നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കെ മുരളീധരൻ. അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുന്ന മറ്റു ചില സീറ്റുകൾ മുന്നോട്ട് വയ്ക്കാൻ ഘടകകക്ഷികളടക്കം രംഗത്തുണ്ട്. ഇതിലേറ്റവും പ്രധാന സീറ്റുകളായി കരുതപ്പെട്ട ഒരു സീറ്റ് ഗുരുവായൂർ സീറ്റാണ്. പക്ഷേ പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാലും ലീഗ് വാഗ്ദാനം ചെയ്ത ഗുരുവായൂർ തനിക്ക് വേണ്ട എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. കാരണം നിലവിലത് ലീഗിൻ്റെ സീറ്റാണ്. ലീഗിൻ്റെ നേതാക്കൾക്ക് അവസരം നഷ്ടമാകും, അതുകൊണ്ട് താൻ അതിലില്ല. തിരുവമ്പാടിക്കും അദ്ദേഹം സമാന സമീപനമാണ്. തിരുവമ്പാടിയിലും കെ മുരളീധരൻ വരണമെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റർ പ്രചരണം ഉണ്ടായതാണ്. പക്ഷേ അവിടെയും ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റാണ്, അവിടേക്കും താനില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല, അത്തരമൊരു മൂഡില്ല എന്ന കാര്യം അദ്ദേഹം ആവർത്തിക്കുകയാണ്. ഇന്നലെ ന്യൂസ് 18 കേരളം സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി സംസാരിക്കുമ്പോഴായിരുന്നു വീണ്ടും മുരളീധരൻ ഈ നിലപാട് എടുത്തത്. പക്ഷേ താങ്കൾ അന്ന് പാർട്ടിയിൽ ഉന്നയിച്ച പരാതികളുണ്ടല്ലോ, അത് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടോ? അല്ല, ഞാൻ പിന്നീട് പരാതി ഉന്നയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ചെന്ന് നിന്ന് പരാജയപ്പെട്ടു. പിന്നെ നമ്മളെന്തിനാരും കുറ്റപ്പെടുത്തുന്നത്? നമ്മുടെ തീരുമാനമല്ലേ. പക്ഷേ ഒരു അന്വേഷണം വന്നിരുന്നുവല്ലോ. അന്വേഷണം പാർട്ടി നടത്തിയതാണ്. ഞാൻ പിന്നെ അന്വേഷണ കമ്മീഷൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ശ്രീ KC ജോസഫിനെ പോലത്തെ ഒരു സീനിയറായിട്ടുള്ള ഒരാൾ ഒന്ന് ഒരു തെളിവെടുപ്പിന് ഒന്ന് വരണം, ഞങ്ങൾ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അവരോട് എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ആശയമില്ല, എനിക്ക് പരാതി ആരെക്കുറിച്ചുമില്ല. പക്ഷേ എല്ലാവരും ജനത്തിനറിയാം, അവർ തീരുമാനിച്ചോട്ടെ കാര്യങ്ങൾ. ആരൊക്കെയാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത്? അതെ, വിജയൻ്റെ ഘട്ടന ആരാന്ന് ജനത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂർ പറഞ്ഞ അതാണ്, പാർട്ടി വിട്ടുപോയവർ ഒരിക്കലും പാർട്ടിയുടെ ശത്രുക്കളല്ല. കാരണം അവർക്ക് നമുക്ക് മനസ്സിലായി ഇയാൾ പാർട്ടിയിലില്ല. പിന്നെ അവരെന്ത് പറഞ്ഞാലും ആരും ജനം വകവയ്ക്കില്ല. പക്ഷേ കൂടെ നിന്ന് തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളുണ്ട്. അതിപ്പോൾ ഈ കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷനിലും ഉണ്ടായിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഒരു 5-6 സീറ്റ്, ഒരു 30 ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഒരു 10 സീറ്റും കൂടെ കിട്ടുമായിരുന്നു. അപ്പോൾ 20 കിട്ടിയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ ഒരു ശരിയല്ലാത്ത രീതി. അപ്പോൾ ഞാനതൊക്കെ അതുകൊണ്ടാക്കിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു മത്സരിക്കാനുള്ള മൂഡില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഇങ്ങനെയുള്ള ചില ശക്തികൾ പാർട്ടിക്കകത്തുണ്ട്. അത് എല്ലാ പാർട്ടിക്കകത്തും ഉണ്ട്. ഇപ്പോൾ CPM-ലും ഉണ്ട്. അവർ മോശക്കാരെന്നല്ല, ഇപ്പോൾ അവരുടെ കേഡർ സിസ്റ്റമൊക്കെ പോയി. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാം. പക്ഷേ മത്സരിക്കാൻ മൂടില്ല. അത് തൃശ്ശൂർ താങ്കളുടെ ഭാഗ്യ ജില്ല അല്ല എന്ന് പറഞ്ഞു. തൃശ്ശൂരിലേക്കാണ് ഇനി പാർട്ടി നിയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഗുരുവായൂർ നോക്കുക. അങ്ങനെയാണെങ്കിൽ പോകാൻ തയ്യാറാണ്. ഗുരുവായൂർ എനിക്ക് ഞാൻ പരാജയപ്പെട്ട 2 ലോക്സഭാ ഇലക്ഷനിൽ എനിക്ക് ഭൂരിപക്ഷം കിട്ടിയൊരു നിയോജകമണ്ഡലമാണ്. പക്ഷെ അതിപ്പോൾ ഘടകകക്ഷിയുടെ കയ്യിലാണ്. ഗുരുവായൂർ സീറ്റ് ഘടകകക്ഷിയുടെ കയ്യിലാണ്. കാരണം ആ സീറ്റ് അല്ലെങ്കിൽ അവർക്ക് തൃശ്ശൂർ ജില്ലയിൽ മത്സരിക്കാൻ സീറ്റില്ല. ഇപ്പോൾ 980 കോൺഗ്രസ് പിളർന്നതിന് ശേഷം നടന്ന ആദ്യത്തെ ഇലക്ഷനിൽ അന്ന് CH കെ കരുണാകരനോട് പറഞ്ഞ, എൻ്റെ പിതാവിനോട് പറഞ്ഞതാണ്, സാറ് ഇവിടെ വേണമെങ്കിൽ മത്സരിച്ചോളൂ, കാരണം മാളയിലെ കോൺഗ്രസ് നിന്ന് പോയ നേതാക്കന്മാരൊക്കെയാണ് മത്സരിക്കുന്നതെങ്കിൽ ടഫായിരിക്കും, അതുകൊണ്ട് മത്സരിച്ചോളാൻ പറഞ്ഞു. അന്ന് അദ്ദേഹം 2 കാര്യം പറഞ്ഞു. അന്ന് എൻ്റെ പിതാവ് പറഞ്ഞ 2 കാര്യമാണ്. ഒന്ന്, അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു അവിടുത്തെ MLA എന്ന BV സീതി തങ്ങൾ, അദ്ദേഹം ലീഗിൻ്റെ MLA. ഒന്ന്, തങ്ങൾക്ക് വേറെ സ്ഥലമൊന്നുമില്ല, തങ്ങൾക്ക് ഇനിയും ഒരു ഫ്യൂച്ചറുള്ള ആളാണ്, തങ്ങൾ നിൽക്കട്ടെ, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ എൻ്റെ പിതാവിന് ചില താല്പര്യമുള്ള ചില ലീഗുകാരുണ്ട്, അവരോട് അധികം കൂടുതൽ സ്നേഹം കാണിക്കാറുണ്ട്. 77 ചാക്കേരി അഹമ്മദ് കുട്ടീനെ സ്പീക്കറാക്കിയത് അങ്ങനെ, പിന്നെ സീതി ആജിനെ വിപ്പാക്കിയതും. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് വളരെ സ്നേഹമുള്ള ഒരാളായിരുന്നു സീതി തങ്ങൾ മത്സരിക്കട്ടെ. 2, ഇപ്പോൾ നിങ്ങൾ ഗുരുവായൂർ വിട്ടുകൊടുത്താൽ നിങ്ങൾക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് സീറ്റ് തരാൻ തൃശ്ശൂർ ജില്ലയിൽ കുറവാണ്, സാധ്യതയില്ല, അതുകൊണ്ട് നിങ്ങളവിടെ മത്സരിച്ചോളൂ, എനിക്കിതൊന്നും കുഴപ്പമില്ല, മാളെ എൻ്റെ വീടാണ്, ഞാനവിടെ ഫൈറ്റ് ചെയ്തോളാം. അങ്ങനെ ഒരു പക്ഷേ ലീഗിനോട് അന്ന് കെ കരുണാകരനുള്ള സ്നേഹം അതിപ്പോൾ ലീഗിന് താങ്കളോടുണ്ട്. താങ്കൾ എവിടെ നിന്ന് വേണമെങ്കിലും മത്സരിച്ച് ജയിച്ചു വരണമെന്ന് ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗുരുവായൂർ വേണമെങ്കിൽ അവർക്ക് വിട്ടുതരും. അല്ല, അവർക്ക് വിട്ടു തന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ട് സീറ്റ് കൊടുക്കണ്ടേ? 2 കാര്യമുണ്ട്. ഒന്ന്, ഗുരുവായൂരല്ലെങ്കിൽ അവർക്ക് അങ്ങനൊരു ഫൈറ്റിംഗ് ചാൻസുള്ള സീറ്റ് വേറെ ഇല്ല തൃശ്ശൂർ ജില്ലയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറുതെ അവർ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കണ്ട. മാത്രമല്ല, അവർ സ്ഥാനാർത്ഥികളാക്കാൻ പരിഗണിക്കുന്ന പല പേരുകാരും കഴിഞ്ഞ ലോക്സഭയിൽ എനിക്ക് വേണ്ടി സജീവമായിട്ട് ഫീൽഡ് ഉണ്ടായിരുന്നവരാണ്. എനിക്ക് എന്തോ കോൺഗ്രസ്സുകാർ നന്നായിട്ട് സഹകരിച്ചു, എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. പക്ഷേ അതിനേക്കാൾ ഇരട്ടി ആവേശത്തിൽ പ്രവർത്തിച്ചവരാണ്. അപ്പോൾ അവർക്ക് ഞാൻ കാരണം ഒരു സ്ഥാനം ഇല്ലാതാവരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ ഗുരുവായൂരിൻ്റെ കാര്യം. അല്ലാതെ ഗുരുവായൂർ തീർച്ചയായിട്ടും എനിക്ക് എന്നും അനുഗ്രഹം നൽകിയിട്ടുള്ള
സ്ഥലം തന്നെയാണ്. പക്ഷേ വേണ്ട അല്ലേ? അത് ഞാൻ പറയാൻ കഴിയുന്നതാണ്, അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ സീറ്റില്ല. പിന്നെ കൊടുക്കേണ്ടത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറത്ത് അല്ലെങ്കിൽ ആകെ 4 സീറ്റിലെ കോൺഗ്രസ് മത്സരിക്കുന്നുള്ളൂ. അപ്പോൾ അത് വീണ്ടും 3 പിന്നെ അതിനെക്കുറിച്ചായിരിക്കും ചർച്ച. പക്ഷേ അതേസമയം തിരുവമ്പാടി വേണമെങ്കിൽ ലീഗിന് താങ്കൾക്ക് വിട്ടുതരാൻ വേണമെങ്കിൽ അല്ലേ? അല്ല, ഞാൻ തിരുവമ്പാടിയിൽ താങ്കൾക്ക് വേണ്ടി പോസ്റ്ററുമുണ്ട്. അതുണ്ട്, അത് പോസ്റ്റർ എല്ലായിടത്തും ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, മറ്റേ കല്യാശ്ശേരിയിലും ഇവിടെയും മാത്രമേ ഇല്ലാത്തുള്ളൂ, മറ്റേ പയ്യന്നൂരും മാത്രം. ബാക്കി എല്ലായിടത്തും പോസ്റ്റർ ഉണ്ട്. പോസ്റ്റർ നോക്കിയിട്ടല്ലല്ലോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. അത് അവരാഗ്രഹമായിരിക്കും, പാർട്ടി പ്രവർത്തകർ ആഗ്രഹമായിരിക്കും ഞാൻ മത്സരിക്കണം എന്നുള്ളത്. പക്ഷേ അങ്ങനെ തീരുമാനം എടുക്കാൻ കഴിയില്ലല്ലോ. തിരുവമ്പാടി എന്തുകൊണ്ട് വേണ്ട എന്ന്? അല്ല, ഞാൻ വേണ്ടാന്നല്ലല്ലോ പറഞ്ഞു. ഇപ്പോൾ ആ സീറ്റ് ലീഗിൻ്റെ 7 സീറ്റായതുകൊണ്ട് ലീഗ് ഏതൊക്കെ സീറ്റുകളാണ് കോൺഗ്രസ്സിന് വെച്ച് മാറുക എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല, ചർച്ച നടക്കുന്നേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ചാടി കയറിയ തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തൊക്കെയാണ് കാര്യങ്ങൾ. അതിനുശേഷം മത്സരിക്കണമെന്ന് പാർട്ടി പറയുകയാണെങ്കിൽ നമുക്ക് അന്ന് ഏത് സീറ്റിൻ്റെ കാര്യം നവഞ്ഞ. പക്ഷെ ഞാൻ തിരുവനന്തപുരം സെലക്ട് ചെയ്യാൻ കാരണം ഇവിടെ ശക്തമായിട്ട് ത്രികോണ മത്സരമാണ്. ഇപ്പോൾ മറ്റ് ജില്ലകളിൽ LDF വിരുദ്ധ വികാരം UDFനാണ് കിട്ടുക. തിരുവനന്തപുരത്ത് അത് ഷെയർ ചെയ്യാൻ ഒരു വിഭാഗമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ത്രികോണ മത്സരം നടക്കുന്ന ഒരു ജില്ലയുടെ ചുമതല ഞാൻ വഹിച്ചോളാം. മത്സരിക്കണമെന്നല്ല, ചുമതല ഞാൻ വഹിച്ചോളാം എന്ന് പറയാൻ കാരണം പാർട്ടി തീരുമാനിക്കട്ടെ ബാക്കി കാര്യങ്ങൾ. അങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യം എന്താണ്? അല്ല, അത് പാർട്ടി തീരുമാനിക്കണം. അത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല തീരുമാനിക്കേണ്ടത്, പാർട്ടി തീരുമാനിക്കണം. ഇതാണ് മുരളിയുടെ വാക്കുകൾ. എന്തായാലും ഒരു സസ്പെൻസ് ഇപ്പോഴും ബാക്കി വെച്ചുകൊണ്ടാണ് കെ മുരളീധരൻ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നീക്കം ശ്രദ്ധേയമാണ്. ഇന്നലെ മഞ്ജുഷ് ഗോപാലിനോടാണ് അദ്ദേഹം ഈ രീതിയിൽ നിലപാടുകൾ പറയുന്നത്. മഞ്ജുഷ് തന്നെ നമുക്കൊപ്പമുണ്ട്. യെസ്, ഇതിൽ മഞ്ജുഷ്, തനിക്ക് മൂടില്ലെന്ന് പറയുന്ന മുരളി പക്ഷേ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു സ്ഥലത്തുനിന്ന് മത്സരിക്കാനുള്ള ചില സൂചനകൾ പങ്കുവെക്കുന്നതുമുണ്ടല്ലോ. ഇപ്പോൾ ഗുരുവായൂരും തിരുവമ്പാടിയിലും ഘടകകക്ഷിയുടെ സീറ്റ് എന്നൊരു സാങ്കേതിക തടസ്സമുണ്ട് എന്നത് ശരി തന്നെയാണ്. പക്ഷേ അതിനപ്പുറം അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്ന അങ്ങോട്ട് തന്നെയാണോ? എന്തുകൊണ്ട് തിരുവനന്തപുരം അദ്ദേഹം വിടുന്നു പോലെയുള്ള വലിയ ചോദ്യങ്ങളും ഉണ്ടാവുന്നില്ലേ? ഇതൊരു സസ്പെൻസ് തന്നെയാണ് സജിത്ത്. എന്തായാലും കെ മുരളീധരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. മത്സരിക്കാൻ മൂടില്ല എന്ന് അദ്ദേഹം പറയുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത്തവണ ഇല്ല എന്ന് പറയുന്നു. ഞാൻ തിരുവനന്തപുരം ജില്ലയുടെ ചുമതല വഹിച്ചുകൊള്ളാം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എന്ന് കെ മുരളീധരൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ അവസാനം കെ മുരളീധരൻ മത്സര രംഗത്തേക്ക് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കെ മുരളീധരൻ്റെ ഒരു ഷുവർ സീറ്റ് എന്നുള്ളത് വട്ടിയൂർക്കാവായിരുന്നു. അത് പക്ഷേ ഇപ്പോൾ ആ ഒരു സ്ഥിതിക്ക് മാറ്റം വന്നിരിക്കുകയാണ്, സാഹചര്യങ്ങൾ മാറിയിരിക്കുകയാണ്. വട്ടിയൂർക്കാവിൽ അദ്ദേഹം വളരെ ശക്തമായ പോരാട്ടത്തിൽ കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ച ഒരു ചരിത്രമുണ്ട്. അതിനുശേഷം വട്ടിയൂർക്കാവ് ഒരു കൈവെള്ളയിൽ എന്നുപോലെ കൊണ്ടു നടന്നയാളാണ് കെ മുരളീധരൻ. വട്ടിയൂർക്കാവിൻ്റെ ഓരോ ചലനത്തിലും കെ മുരളീധരൻ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം 2019 അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ടി വന്നു. അതിനിടയിൽ 2021 നേമത്ത് മത്സരിച്ച് അദ്ദേഹം പരാജയപ്പെടുന്നു. പിന്നീട് തൃശ്ശൂരിൽ മത്സരിച്ച് ലോക്സഭയിലും അദ്ദേഹം തോൽക്കുന്നു. അതിനുശേഷം അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തി എന്ന് പറയുകയും ഒപ്പം നിന്ന് ചതിച്ചു എന്ന് പറയുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയപ്പോഴും ഞാൻ വട്ടിയൂർക്കാവിലേക്ക് പൊയ്ക്കോളാം, അവിടെ ഞാൻ സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാവും എന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞത്. അപ്പോൾ മുതൽ തന്നെ നമുക്കറിയാമായിരുന്നു വട്ടിയൂർക്കാവിൽ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ മത്സരിക്കാൻ പോവുകയാണ് എന്ന്. പക്ഷേ അപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. അതൊരു ചെറിയ മാറ്റം എന്ന് പറയുവാൻ പറ്റില്ല. കാരണം കെ മുരളീധരന്റെ ഷുവർ സീറ്റ് എന്നതിൽ നിന്ന് വട്ടിയൂർക്കാവ് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. BJP ലക്ഷ്യമിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റാണ് വട്ടിയൂർക്കാവ്. അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം അത് സ്പഷ്ടവുമാണ്. നിയമം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ BJPക്ക് ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ്. അതിനാൽ തന്നെ വട്ടിയൂർക്കാവിൽ ശക്തമായ പോരാട്ടത്തിന് ശക്തനായ ഒരു പോരാളിയെ തന്നെ BJP ഇറക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെയുള്ള മറ്റൊരു കാര്യം, മറ്റൊരു രാഷ്ട്രീയ കാരണം എന്ന് പറയുന്നത് RSSന്റെ ഇടപെടലാണ്. അതായത് നേമത്ത് മത്സരിച്ചതിന് ശേഷം RSSന്റെ നോട്ടപ്പുള്ളിയായി കെ മുരളീധരൻ മാറിയിരിക്കുന്നു എന്നത് വലിയ രീതിയിലുള്ള പ്രചാരണം മാത്രമല്ല, അത് മുഖവിലേക്ക് എടുക്കുന്നവർ പോലുമുണ്ട്. അത് കെ മുരളീധരൻ പോലും അത് മുഖവിലേക്ക് എടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. മുരളീധരൻ പറയുന്ന ഒരു കാര്യം, ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് വട്ടിയൂർക്കാവിൽ നടക്കുന്നതെങ്കിൽ ജയിച്ചു വരാൻ തനിക്ക് കഴിയും എന്നുള്ളതാണ്. അതായത് കുമ്മനം രാജശേഖരനെ എങ്ങനെ തോൽപ്പിച്ചു, അവസാനം നമുക്കറിയാം അവസാന റൗണ്ട് വോട്ടെണ്ണലിലാണ് അന്ന് കുമ്മനത്തെ തോൽപ്പിക്കുവാനായിട്ട് കെ മുരളീധരന് കഴിഞ്ഞത്. ആ രീതിയിലൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആണെങ്കിൽ എന്തായാലും വട്ടിയൂർക്കാവ് തിരിച്ചു പിടിക്കുവാൻ തനിക്ക് കഴിയുമെന്ന് കെ മുരളീധരന് അറിയാം. പക്ഷേ അവിടെ പൊളിറ്റിക്കൽ ഫൈറ്റിനപ്പുറം അവിടെ RSS തങ്ങളുടെ ശത്രുവായിട്ട് കെ മുരളീധരനെ കാണുന്നത് കൊണ്ട് തന്നെ അവിടെ
വോട്ട് മറിക്കൽ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ BJPയെ തോൽപ്പിച്ചു പോലും അവിടെ K മുരളീധരൻ ജയിക്കരുത് എന്നുള്ള ആഗ്രഹത്തിലേക്ക് RSS പോയാൽ അവിടെ ഒരു പക്ഷേ LDF ജയിച്ചു വരാം. ഇങ്ങനെയൊരു സാഹചര്യം കൂടി കണ്ടുകൊണ്ടാണ് K മുരളീധരൻ ഒരു ഷുവർ സീറ്റിലേക്ക് മാറണം എന്ന താല്പര്യത്തിൽ നിൽക്കുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ സജിത്ത് നമുക്കറിയാം വട്ടിയൂർക്കാവ് എന്നുള്ളത് അദ്ദേഹത്തിന് ഏറെ ഹൃദയബന്ധമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. 2 തവണ ജയിച്ച മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വളരെ വേദനയോടുകൂടി തന്നെയായിരുന്നു അദ്ദേഹം 2019 ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചത്. അപ്പോഴും വട്ടിയൂർക്കാവിൽ അദ്ദേഹം ഒരു സജീവ സാന്നിധ്യം തന്നെയായിരുന്നു. അദ്ദേഹം പറയുന്നുമുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ മാറ്റിയിട്ട് പോലുമില്ല, വോട്ടർ പട്ടികയിൽ എൻ്റെ പേരുള്ളതും ഇവിടെ തന്നെയാണ്, വട്ടിയൂർക്കാവിലാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. തൃശ്ശൂരിലെ തോൽവിക്ക് ശേഷവും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തനം തുടരുകയായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു രാഷ്ട്രീയ അനിശ്ചിതത്വമുണ്ട്. അതേക്കുറിച്ച് K മുരളീധരനോട് വിശദമായി ചോദിക്കുകയുമുണ്ടായി. ഈ RSSന്റെ ഒരു ശത്രുതാ മനോഭാവം K മുരളീധരനോടുള്ള, അതായത് നേമത്ത് മത്സരിച്ചതാണ് അതിന് കാരണമായത്. നേമത്ത് അന്ന് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചുകൊണ്ട് കുമ്മനത്തെ തോൽപ്പിച്ചു. അതേസമയത്ത് തന്നെ V ശിവൻകുട്ടിയെ LDFന് ജയിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. അതാണ് RSSന്റെ ഈ ഒരു മനോഭാവത്തിന് കാരണം. ഇതേക്കുറിച്ചും K മുരളീധരൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ബൈറ്റ് കൂടി കേൾക്കാം. എന്തുകൊണ്ട് വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നില്ല എന്ന് സ്പഷ്ടമായി പറയുന്നില്ല എങ്കിൽ പോലും ഇത്തവണ മത്സരത്തിലേക്ക് ഇല്ല എന്ന് പറയുമ്പോൾ ഒരു ഷുവർ സീറ്റാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.